വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യർ ഇണക്കി വളർത്തുന്ന ജന്തുക്കളുണ്ട്. നായ, പൂച്ച, പശു, കുതിര ഇവയൊക്കെ. എന്നാൽ മനുഷ്യനുള്ളതിന് സമീപം ഇരപിടിച്ചും ആഹാരം കണ്ടെത്തിയും ജീവിക്കുന്ന ജന്തുക്കളും ഉണ്ട്. അണ്ണാൻ, കാക്ക, മൂങ്ങ, മൈന എന്നിവയെ പോലെയുള്ളവ. അതുപോലെ മനുഷ്യവാസം ഉള്ളതിന് സമീപം സാധാരണയായി കണ്ടുവരുന്ന ജീവികളാണ് പാമ്പുകളും. നമുക്ക് ശല്യമുണ്ടാക്കുന്ന എലികളെയും ചില പക്ഷികളെയും ചെറുമൃഗങ്ങളെയും എന്തിനു പറയുന്നു, മറ്റു പല പാമ്പുകളെ വരെ സാധാരണയായി വലിയ പാമ്പുകൾ ആഹാരമാക്കും. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പാമ്പിനങ്ങളിൽ ഒന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ മരണങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. വലിപ്പത്തിലും ഗാംഭീര്യത്തിലും മുന്നിലുള്ള രാജവെമ്പാലയോ മൂർഖനോ ശംഖുവരയനോ ഒന്നുമല്ല ആ പാമ്പ്. അണലി വർഗത്തിൽപ്പെട്ട സോസ്കാൻഡൽഡ് വൈപ്പർ അഥവാ ചുരുട്ടമണ്ഡലിയാണ് ആ പാമ്പ്. ഈർച്ചവാൾ മണ്ഡലി എന്നല്ല അറിയപ്പെടുന്ന ഈ പാമ്പ് കാണാൻ ഭംഗിയേറിയതാണ്. ഇവ ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിപ്പിക്കാറുമുണ്ട്. ഇന്ത്യയിലും പാകിസ്ഥാനിലും ശ്രീലങ്കയിലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും ഇവയുണ്ട്. കേരളത്തിൽ ഇവയെ കൂടുതലായും കാണുന്നത് കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് ജില്ലകളിലാണ്. ചെങ്കല്ല് നിറഞ്ഞ ഇടങ്ങളിലും തരിശു ഭൂമിയിലുമാണ് ചുരുട്ടമണ്ഡലികളെ കാണാനാവുക. നമ്മുടെ നാട്ടിലെ ബിഗ് 4 വിഷപ്പാമ്പുകളിൽ ഒന്നാണ് ചുരുട്ടമണ്ഡലി. ശംഖുവരയൻ, ചേനത്തണ്ടൻ, ചുരുട്ടമണ്ഡലി, മൂർഖൻ ഇവയാണ് ബിഗ് 4 പാമ്പുകൾ. ഇവയുടെ കടിയേറ്റാൽ 20% മരണനിരക്കുണ്ട്. ഒരിക്കൽ കടിച്ചാൽ പിന്നെയും കടിക്കുന്ന സ്വഭാവക്കാരാണ് ഇവർ. ഒരു തവണ കടിച്ചാൽ 12 മില്ലിഗ്രാം വിഷം വരെ ശരീരത്തിലേക്ക് എത്തും. രാത്രിയാണ് ഇവർക്ക് ഇര തേടാൻ കൂടുതൽ ഇഷ്ടം. ത്രികോണാകൃതിയിലാണ് ഇവരുടെ തല. ശരീരത്തിൽ ബ്രൗൺ, വെള്ള, കറുപ്പ് നിറങ്ങളെല്ലാം കാണാൻ കഴിയും. രാത്രിയിൽ ഇവയെ മറ്റു ജന്തുക്കൾക്ക് കാണാൻ എളുപ്പമല്ല. പക്ഷിക്കുഞ്ഞുങ്ങൾ, പല്ലി, തവളകൾ എന്നിവയാണ് സാധാരണ ഇവരെ വേട്ടയാടാറുള്ളത്. ശരീരം വളച്ചു പിടിച്ച ശേഷം അതിവേഗം ശക്തിയിൽ കടിക്കുന്നതാണ് ആക്രമണ രീതി. കൃഷിസ്ഥലങ്ങളിലും മറ്റും ഇത്തരത്തിൽ ഇരപിടിക്കാൻ എത്തുമ്പോഴാണ് മനുഷ്യന് പലപ്പോഴും അപകടമുണ്ടാകുന്നത്. വളരെയധികം ശക്തിയുള്ള ടോക്സിക് വെനമാണ് ഇവയിലുള്ളത്. മറ്റൊരു അപകടകാരിയായ പാമ്പായ മൂർഖനേക്കാൾ പല മടങ്ങ് വീര്യമേറിയതാണ് വിഷം. 5 ഇരട്ടിയിലേറെയാണ് വെനത്തിന്റെ ശക്തി. രക്തത്തെയാണ് വെനം ബാധിക്കുക. അതിവേഗം ചികിത്സ തേടിയില്ലെങ്കിൽ വൃക്കയെ ബാധിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യും. എന്നാൽ ഇവയുടെ കടിക്ക് ആന്റിവെനം ലഭ്യമാണ് എന്നത് ആശ്വാസകരമായ കാര്യമാണ്. ചുരുട്ടമണ്ഡലികൾ ഒരു കടിയിൽ 12 മില്ലിഗ്രാം വെനം കുത്തിവെക്കുന്നു. ഇതിൽ 5 മില്ലിഗ്രാം തന്നെ മുതിർന്നവർക്ക് ഏറെ അപകടകരമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ലോകത്തിൽ ഏറ്റവും അധികം വെനമുള്ള പാമ്പുകൾ 5ാം സ്ഥാനത്താണ് ഇവ. ഓസ്ട്രേലിയയിൽ കാണുന്ന ഇൻലാൻഡ് തൈപ്പാൻ, ബ്ലാക്ക് മാംബ, ബ്ലൂം സ്ലാങ്, ബ്ലൂ മലയൻ കോറൽ സ്നേക്ക് എന്നിവ കഴിഞ്ഞാൽ പിന്നീട് വെനമുള്ള പാമ്പുകളാണിത്. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന അത്യുഗ്ര വിഷമുള്ള പാമ്പുകളാണ് ഇൻലാൻഡ് തൈപ്പാൻ. കറുത്ത തലയും ബ്രൗണും ചാരനിറവും കലർന്ന ഉടലുള്ള ഇവ ഭീഷണിയുണ്ടെന്ന് തോന്നിയാൽ കടിക്കാൻ മടിക്കില്ല. ഒന്നിലേറെ തവണ കടിക്കുന്നതിനാൽ അപകടവും ഉറപ്പാണ്. സബ് സഹാറ മേഖലയിലാണ് ബ്ലാക്ക് മാംബ പാമ്പുകളുടെ വാസം. കടും നിറമാണ് ഇവയ്ക്ക് ആ പേര് വരാൻ കാരണം. ബ്രൗൺ ചാരനിറത്തോട് ചേർന്ന പച്ചയാണ് ശരിക്കുള്ള നിറം. സാധാരണയായി മനുഷ്യന് അടുത്തെത്താൻ ഇഷ്ടമില്ലാത്തവ ഭീഷണി തോന്നിയാൽ രാജവെമ്പാലയെ പോലെ തലയുയർത്തി നിൽക്കുകയും വായ പിളർത്തി ശബ്ദം പുറപ്പെടുവിപ്പിക്കുകയും ചെയ്യും. ഇവയിൽ നിന്ന് രക്ഷപ്പെടുക എളുപ്പമല്ല. കാരണം 12 കിലോമീറ്റർ വരെ വേഗതയിൽ കുതിക്കാൻ ഇവയ്ക്ക് കഴിയും. ബൂം സ്ലാങ് ദക്ഷിണാഫ്രിക്കയിൽ കാണപ്പെടുന്ന പാമ്പാണ്. മരച്ചില്ലകൾ എന്ന് തോന്നുന്ന രീതിയിലാണ് ഇരയെ കടന്നാക്രമിക്കുന്നതാണ് ഇവയുടെ രീതി. കാണാൻ ഏറെ ഭംഗിയുള്ള കറുത്ത ന്യൂറോടോക്സിക് വെനമുള്ള ബ്ലൂ മലയൻ കോറൽ സ്നേക്ക് കടിച്ചാൽ ശരീരം തളർച്ചയുണ്ടാക്കുകയും വൈകാതെ മരിക്കുകയും ചെയ്യും.